എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ തക്കാളി ചമ്മന്തിയാണ്. നാളികേരത്തിന് വില കൂടി നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഇതുപോലൊരു തക്കാളി ചട്നി നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണേ. ഇതുപോലൊരു തക്കാളി ചട്നി നിങ്ങൾ ഇതുവരെയും തയ്യാറാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒന്ന് തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. നിങ്ങൾ ഓരോരുത്തരും എനിക്ക് തരുന്ന സപ്പോർട്ടാണ് നമ്മുടെ വീഡിയോ മറ്റുള്ള കൂട്ടുകാരിലേക്ക് എത്തപ്പെടുന്നത്. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ തക്കാളി ചട്നി വീഡിയോ കണ്ടു നോക്കിയാലോ. തക്കാളി ചട്നി തയ്യാറാക്കി എടുക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് 1/2 കിലോ അളവിലാണ് തക്കാളി കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നൈസാക്കി വേണം കട്ട് ചെയ്തെടുക്കാനായിട്ടും. തക്കാളി എല്ലാം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1.5 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും 1/2 സ്പൂൺ അളവിൽ ഉഴുന്ന് ചേർക്കാം. ഇന്ന് 1/2 കിലോ തക്കാളി വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ചട്നിയുടെ അളവാണ് കേട്ടോ പറഞ്ഞു തരുന്നത്. കൂടെ തന്നെ ഇതിലേക്ക് 1 നുള്ളു ഉലുവ കൂടെ ചേർക്കാം. ഇനി വേണ്ടത് 1/2 സ്പൂൺ അളവിൽ തന്നെ കുരുമുളകാണ്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. സമയം കൊണ്ട് നമുക്കിതിലേക്ക് ചേർക്കാനായിട്ട് ഒരു 15 കൊച്ചുള്ളി ഞാനിവിടെ തോല് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ ഇതുപോലൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും. ഞാനിതിലേക്ക് വെളുത്തുള്ളി ചേർക്കുന്നില്ല. നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ വെളുത്തുള്ളി ചേർക്കാവുന്നതാണ്. അതിനുശേഷം ചേർത്തിട്ടുള്ള വറവൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. വറവൊക്കെ നല്ലതുപോലെ മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എടുത്തിട്ടുള്ള ഇഞ്ചി കൂടെ കട്ട് ചെയ്ത് ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കണം. ഉഴുന്നും കുരുമുളകൊക്കെ നല്ലപോലെ മൂത്ത് വരുമ്പോഴേക്കും പിന്നെ നമുക്കിതിലേക്ക് കൊച്ചുള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കൊച്ചുള്ളിക്ക് പകരമായിട്ട് നമുക്കിതിലേക്ക് ഒരു സവാള ചേർക്കാം ാവുന്നതാണ്. എങ്കിലും നമ്മുടെ ചട്നിക്ക് നല്ല സ്വാദിനായിട്ട് കൊച്ചുള്ളിയാണ് ഏറ്റവും നല്ലത്. വഴറ്റുന്ന കൊച്ചുള്ളിയുടെ തോലൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് എരിവിനായിട്ടുള്ള കാശ്മീരി മുളകാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. ഞാനൊരു 10 കാശ്മീരി മുളകാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാശ്മീരി മുളക് കയ്യിലില്ലെങ്കിൽ എരിവുള്ള മുളകും ഇതേപോലെ തന്നെ ചേർക്കാവുന്നതാണ്. ചേർത്ത് ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ ഒരു 3 തണ്ട് കറിവേപ്പില കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നല്ലതുപോലെ വീണ്ടും ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമ്മുടെ കൊച്ചുള്ളി നല്ല പോലെ ഒന്ന് മൊരിഞ്ഞ് പാകമായി കിട്ടണം. അതുവരെയാണ് നമുക്ക് വഴറ്റിയെടുക്കേണ്ടത്. കാശ്മീരി മുളക് ഒരു 10 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അതിന് പ്രത്യേകിച്ച് എരിവൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനിതിലേക്ക് 1/2 സ്പൂൺ അളവിൽ കുരുമുളക് ചേർത്തിട്ടുള്ളത്. എരിവുള്ള മുളകാണ് ചേർക്കുന്നതെങ്കിൽ കുരുമുളകിന്റെ അളവ് വളരെ കുറച്ച് വേണം എടുക്കാനായിട്ടും. അങ്ങനെ നമ്മുടെ വഴറ്റുന്ന ചേരുവകൾ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. തക്കാളി നല്ല പോലെ സോഫ്റ്റ് ആയിട്ട് വാടി കിട്ടണം. അതുവരെയാണ് നമുക്കിതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടത്. ഈ ഒരു സമയത്ത് ഫുൾ ഫ്ലെയിം വെച്ച് കൊടുത്തിട്ടാണ് തക്കാളി വഴറ്റിക്കൊണ്ടിരിക്കുന്നത്. വഴറ്റുന്ന തക്കാളിയിൽ നിന്ന് ധാരാളം വെള്ളം എല്ലാം വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്കിതൊന്ന് മൂടി വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. അതിനു മുമ്പായിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. കൂടെ തന്നെ പുളിപ്പൊക്കെ ഒന്ന് കുറച്ച് കിട്ടുന്നതിനായിട്ട് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ വാടി തുടങ്ങിയാൽ പിന്നെ നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്ത് ഒന്ന് മൂടിയും കൂടെ വെച്ച് കൊടുക്കാം. 2 മിനിറ്റ് നേരം മൂടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൂടി തുറന്ന് ഇതുപോലെ തക്കാളി കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ചുകൂടെ കൊടുക്കാം. അങ്ങനെ നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ ഇവിടെ വെന്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് തണുത്ത് വരാനായിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. തക്കാളി നല്ലതുപോലെ തണുത്ത് വരുമ്പോഴേക്കും ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല വെണ്ണ പോലെ തന്നെ ഒന്ന് അരച്ചുകൂടി എടുക്കാം. അങ്ങനെ നമ്മുടെ തക്കാളി ചട്നി ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത തക്കാളി ചട്നി ഒരു ബൗളിലേക്ക് കൂടെ മാറ്റാം. ചട്നി മുഴുവനും തന്നെ പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്നും ചൂടാക്കി എടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഇനി ഇതിലേക്ക് കുറച്ച് താളിപ്പ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ വളരെ സ്വാദിഷ്ടമായ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു തക്കാളി ചട്നി ഇവിടെ റെഡിയാണ്. നമ്മുടെ വീടുകളിൽ നമ്മൾ മിക്കപ്പോഴും ഇതുപോലെ തക്കാളി ചട്നിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അടുത്ത തവണ നിങ്ങൾ തക്കാളി ചട്നി ഉണ്ടാക്കുമ്പോൾ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ മെമ്പർ ആകാനും മറക്കരുത്. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയൊക്കെ കൂടി എത്താം. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.